الله أكبر الله أكبر. أسمو وأجتاز السماء جلالا، فأزيد أسراب الغيوم جمالا، وألون الدنيا بأجمل بسمة، وأكون للخير العميم مثالا. أسمو وأجتاز السماء جلالا، فأزيد أسراب الغيوم جمالا، وألون الدنيا بأجمل بسمة، وأكون للخير العميم مثالا. وأراقب الرحمن جل جلاله وتقدس. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ഇന്ന് ആലത്തൂർപ്പടി നിവാസികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ സുദിനമാണ്. വർഷങ്ങൾ പഴക്കമുള്ള ആലത്തൂർപ്പടി ജുമാ മസ്ജിദ് ഒരു നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി, അതും വളരെ ഇന്നത്തെ കാലഘട്ടത്തിന് അനുസൃതമായി നല്ല പ്രവർത്തനം നടത്തി. അതിൻ്റെ ഉദ്ഘാടന സുദിനമാണെന്ന്. അനവധി മഹത്തുക്കളെല്ലാം അന്ത്യവിശ്രമം കൊള്ളുന്ന സാദാത്തുക്കളും ആലിമീങ്ങളും സാധാരണക്കാരും അന്ത്യവിശ്രമം കൊള്ളുന്ന പഴക്കം ചെന്നൊരു പള്ളിയാണ്. മാത്രമല്ല പുരാതന കാലം മുതലേ വലിയ വലിയ മഹത്തുക്കളെല്ലാം ദർസ് നടത്തി ദർസി പാരമ്പര്യമുള്ളൊരു പള്ളി കൂടിയാണ്. അസ്സലാമു അലൈക്കും. ഈ ആലത്തൂരപ്പള്ളി മഹലിൽ ഞാൻ കമ്മിറ്റി മെമ്പറായിട്ട് ഏകദേശം ഒരു 42 കൊല്ലത്തോളമായിട്ടുണ്ടാവും. എൻ്റെ ഏറ്റവും ചെറുപ്പത്തിൽ 15 വയസ്സുള്ള സമയത്ത് ഒരു വിപുലീകരണം നടന്നിരുന്നു. പിന്നെ ഞാൻ കമ്മിറ്റിയിൽ വന്നതിന് ശേഷം 3ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ പള്ളി വിപുലീകരിക്കുന്നത്. ഒന്നാമതിന് നാട്ടുകാരൊക്കെ വളരെ സഹകരിച്ചു. എല്ലാവരും അവനവൻ്റെ കഴിവനുസരിച്ച് മാക്സിമം സഹായിച്ച് പൈസ തന്നു. ഞങ്ങൾക്ക് പുറത്തുനിന്നൊന്നും പൈസ വാങ്ങേണ്ടി വന്നില്ല. ഒക്കെ ഞങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ മിക്കവാറും മേക്കപ്പ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ നടത്താൻ കഴിഞ്ഞു. അതൊരു സംതൃപ്തി ഉണ്ട്. ഇപ്പോൾ ഏറ്റവും നല്ലൊരു സന്തോഷമുള്ളൊരു പള്ളിയായി മാറി എന്ന് തോന്നുന്നുണ്ട് എൻ്റെ ഭാവനയിൽ. ഇത്രയും നല്ലൊരു വിപുലീകരണം ഞങ്ങൾ നടത്താൻ കഴിഞ്ഞതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിച്ചു കൊള്ളുന്നു. അൽഹംദുലില്ലാ. في عمل التطوع قدوة، وأصوغ من عزم الرجال مجال، وأبر محتسبا بأم وأب، فاض علي محبة ودلالا، وأكون في عمل التطوع قدوة، وأصوغ من عزم الرجال مجال. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഈ മഹല്ലത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് ഏകദേശം 11 വർഷത്തിലധികമായി. ഈ പള്ളിയുടെ ഇപ്പോഴത്തെ വിപുലീകരണം 3ാമത്തെ പ്രാവശ്യമാണ്. ഇപ്പോഴത്തെ വിപുലീകരണം വളരെ നല്ല നിലക്ക് പൂർത്തിയാക്കാൻ ഇതിൻ്റെ നിർമ്മാണ കമ്മിറ്റിക്കും മഹല്ല് കമ്മിറ്റിക്കും സാധിച്ചു എന്നതിൽ വലിയധികം സന്തോഷമുണ്ട്. ഈ നാട്ടിലെ എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടിയാണ് ഈ പള്ളി ഈ രൂപത്തിൽ ഇന്ന് നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ജനങ്ങളുടെ അകമഴിഞ്ഞ സഹായം അത്രമാത്രം ഉണ്ടായിട്ടുണ്ട്. ഇത്രയും നല്ലൊരു പള്ളി പുനർനിർമ്മിക്കാൻ വേണ്ടി സഹായിച്ച എല്ലാവർക്കും മഹല്ല് കമ്മിറ്റിയുടെ പേരിലും പുനർനിർമ്മാണ കമ്മിറ്റിയുടെ പേരിലും ഞാൻ അഘൈതമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്.
നിങ്ങളുടെ മഹത്തായ സഹായം ഇല്ലെങ്കിൽ ഈ നമ്മൾ മറ്റു നാട്ടിലൊന്നും പോയി ഇത് പിരിച്ചിട്ടില്ല. നമ്മുടെ നാട്ടുകാരായ എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് ഈ പള്ളി ഇത്രയും നല്ല നിലക്ക് നമുക്ക് പുനർനിർമ്മിക്കാൻ കഴിഞ്ഞത്. അള്ളാഹു ഇതിന് തക്കതായ പ്രതിഫലം എല്ലാവർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആലത്തൂർപ്പടി എന്ന പ്രദേശം മതവിദ്യാഭ്യാസപരമായും ഭൗതിക വിദ്യാഭ്യാസപരമായും ജനസംഖ്യ അടിസ്ഥാനത്തിലും വളരെ കൂടുതലായി ഉയർച്ചയിൽ വന്നപ്പോൾ മലത്തൂർപ്പടി മസ്ജിദിൽ ഉള്ള സ്ഥലം വളരെ കുറവായി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മഹല്ല് ഖാദിയുടെ നിർദ്ദേശപ്രകാരം മസ്ജിദ് ഒരു പുരോഗമന പ്രവൃത്തി ആവശ്യമാണെന്ന് ഉപദേശിക്കുകയും അതിനുവേണ്ടി മരാമത്ത് പണി നടത്തുവാനും തീരുമാനിച്ചു. ഈ ഒരു അള്ളാഹുവിൻ്റെ ഭവനം പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇന്ന് നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ്. ഇതിന് വേണ്ടി സഹായിച്ച എല്ലാവർക്കും പടച്ച തമ്പുരാൻ അതിൻ്റെ അർഹമായ പ്രതിഫലം നൽകുമാറാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും അതിൻ്റെ പ്രതിഫലം അള്ളാഹ് നൽകട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. بمشيدا أنمى إليه وأستفيض جلال وأراقب الرحمن جل جلاله وتقدست أسماؤه وتعالى وأكون للوطن الحبيب مشيدا أنمى إليه وأستفيض جلال وأجتاز السماء جلالا فأزيد أسراب الغيوم جمالا وألون الدنيا بأجمل അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആലത്തൂർ ജുമാ മസ്ജിദിൻ്റെ 3-ാം ഘട്ടം പുനർനിർമ്മാണമാണ് ഇന്ന് പൂർത്തിയായത്. ഈ സന്ദർഭത്തിൽ ഒരുപാട് മഹാന്മാർ, മുൻഗാമികൾ ഈ പള്ളിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്ത ത്യാഗവും അതുപോലെ ഈ പള്ളിയുടെ ദർസ് പഴയ കാലത്ത് നല്ല രീതിയിൽ നടന്ന ദർസ് ഇന്ന് 200-ലധികം കുട്ടികൾ ഇവിടെ പഠിക്കുന്നു. അതോടൊപ്പം തന്നെ 7000 ആളുകൾക്ക് ഒരേ സമയത്ത് നമസ്കരിക്കാനുള്ള ഒരു സൗകര്യം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ പള്ളിയിലുണ്ട്. ഇതിനുവേണ്ടി സഹായിച്ച സാമ്പത്തികമായി വളരെയധികം സ്ത്രീകളും പുരുഷന്മാരും ഈ മഹല്ലിലെ നിവാസികൾ മാത്രമാണ്. ഗൾഫിലുള്ള നമ്മുടെ നാട്ടിലുള്ള സഹോദരന്മാരും ഇതിനു വേണ്ട സാമ്പത്തിക സഹായം ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. തുടർന്ന് ഈ പള്ളിയുടെ എല്ലാ പുരോഗതിക്കും നാട്ടുകാരുടെയും ഈ മഹല്ല് നിവാസികളുടെയും സഹകരണമുണ്ടാകണം. മാത്രമല്ല നമ്മുടെ ഖാസി അബ്ദുറഹ്മാൻ മുസ്ലിയാരടക്കം പള്ളി കമ്മിറ്റിയും നിർമ്മാണ കമ്മിറ്റിയും ഒത്തൊരുമിച്ചുകൊണ്ടാണ് ഒരു ആയി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ പള്ളിയുടെ നിർമ്മാണം ഇത്രയും വേഗം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മേൽമുറി ആലത്തൂർ ജുമാ മസ്ജിദ് പുരാതനമായ ദർസ് പാരമ്പര്യം കൊണ്ട് അറിയപ്പെട്ട പ്രസിദ്ധമായ പള്ളിയാണ്. ചരിത്രത്തിൽ ഒന്നിലധികം വികസനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും വലിയ വിപുലീകരണമാണ് ഇന്നത്തോടുകൂടെ പൂർത്തിയായിട്ടുള്ളത്. ഇതിൻ്റെ വിജയം ഈ നാട്ടുകാരുടെ കൂട്ടായ്മയാണ്. മഹല്ല് കമ്മിറ്റിയും യുവ സമൂഹവും മഹല്ലിലെ ജാതി മത ഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടെ സഹകരണത്തോടുകൂടെ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്ര വലിയ ഒരു സംരംഭം നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. അല്ലാഹു തആല ഇതിന് സഹായിച്ച എല്ലാവർക്കും
അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. وتعالى وأكون للوطن الحبيب مشيدا أنمى إليه وأستفيض جلالا وأراقب الرحمن جل جلاله وتقدست أسماؤه وتعالى وأكون للوطن الحبيب مشيدا أنمى إليه. അസ്സാം വലൈക്കും വറഹമത്തുള്ള. 1400ഓളം വീടുകളുള്ള ഈ മഹല്ല് നിവാസികൾ ഞങ്ങളിന്ന് വളരെ സന്തോഷത്തിലാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനം ഞങ്ങളെ ഈ മഹല്ലിലെ നിവാസികൾ ഓരോരുത്തരായിട്ട് അവരാൽ കഴിയുന്ന സംഖ്യ സംഭാവന ചെയ്ത് ഈ ഒരു നിലയിലെത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. മറ്റൊരു മഹല്ലത്തിൽ നിന്നോ ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പിരിവോ കാര്യങ്ങളോ ഞങ്ങൾ നടത്തിയിട്ടില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഈ ഒരു പദ്ധതി പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അൽഹംദുലില്ലാ. ഇവിടുന്ന് അങ്ങോട്ട് ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് പദ്ധതികളും ജനങ്ങൾക്ക് സേവിക്കുന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്. ഈ മഹല്ലത്തുകാർ വളരെ സൗഭാഗ്യവാനാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത് പ്രവാസി സുഹൃത്തുക്കൾ. ഒരുപാട് പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് ഈ ഒരു വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞു പോയത്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് തന്നെ അൽഹംദുലില്ലാ നമ്മുടെ മുന്നിൽ ഈ ഒരു സൗധം പൂർത്തീകരിക്കപ്പെട്ടു. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ പ്രതിഫലമായിട്ട് ആഖിറത്തിലും ദുനിയാവിലും നമുക്ക് അതിനുള്ള ഗുണം പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. നമ്മുടെ നാടിൻ്റെ അന്തസ്സിന് അനുയോജ്യമായ ഒരു പള്ളി നിർമ്മിക്കണമെന്ന് നമ്മുടെ ഒരുപാട് കാലത്തെ ആഗ്രഹം ഇന്ന് ഇവിടെ പൂവണിക്കുകയാണ്. അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ അൽഹംദുലില്ലാ ഞാൻ ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന സമയത്ത് ജുമ നമസ്കരിക്കുവാൻ പോലും നല്ല സൗകര്യത്തിലുള്ളൊരു പള്ളി നമുക്കില്ലായിരുന്നു. അങ്ങനെ ഒരു പള്ളി നിർമ്മിക്കണമെന്ന കുറച്ച് ആളുകളുടെ ആവശ്യം ഇവിടെ നിറവേറ്റപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സാധിച്ചതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. تحثني فأخوض فيها للنجاة نزاع هي هكذا قيم النجاة تحثني فأخوض فيها للنجاة نزالا لا تسأل المقدام عن سبل العلا ستراه طيرا بالعزيمة جاء أسمو وأجتاز السماء جلالا فأزيد أسراب الغيوم جمالا وألون الدنيا بأجمل بسمة وأكون للخير العميم مثالا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ആദരണീയരായ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ നവീകരിച്ച പള്ളി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് 1999 ഡിസംബർ 24 ഈ നാട്ടിലെ അന്നത്തെ കാരണവരായ മർഹൂം പി ബാബുട്ടി ഹാജി എന്നെ ഇവിടെ ഖാദിയായി നിശ്ചയിച്ചത്. അതുപോലെ മുദരിസും ഖത്തീബുമായി നിശ്ചയിച്ചു. അതിനുശേഷം ഇന്നേ വരെയുള്ള കാലഘട്ടത്തിൽ ഈ മഹല്ലത്തിലുള്ള എല്ലാ ആളുകളും ദർസിൻ്റെയും മറ്റുള്ള ദീനിയായ കാര്യങ്ങളുടെയും വിഷയത്തിൽ അങ്ങേയറ്റം സഹകരിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ സഹകരണം കൊണ്ട് മാത്രമാണ് ഓരോ വർഷവും വിദ്യാർത്ഥികൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇവിടെ സൗകര്യങ്ങളൊക്കെ ഇവർ ഒരുക്കിയിട്ടുള്ളത്. അൽഹംദുലില്ലാ. ഈ മഹല്ലത്തിൽ നിന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന സഹോദരന്മാരും ഈ മഹല്ലത്തിലുള്ള ഓരോരുത്തരും അതിനുവേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദീനിയായ ഏത് വിഷയങ്ങൾ വരുമ്പോഴും അതിൽ മറ്റുള്ള കാര്യങ്ങൾ കുടുംബപരമായോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഭിന്നതകളൊന്നുമില്ലാതെ പൂർണ്ണമായും അള്ളാഹുവിൻ്റെ ദീനിനെ
വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി അവർ അങ്ങേയറ്റം പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത്രയും കാലം ഒരു പ്രയാസവുമില്ലാത്ത രൂപത്തിലൂടെ ദർസ് നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ ദർസിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ ആളുകൾ, അതുതന്നെ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നിന്ന് റാങ്കോടുകൂടെ 10-16 ആളുകൾ പുറത്തിറങ്ങി മുദരിസുമാരായി സേവനം ചെയ്യുന്നുണ്ട്. അവരൊക്കെ തന്നെ ഈ രംഗത്ത് ഇവിടെ ഉറച്ചു നിൽക്കാനുള്ള കാരണം അവർക്കൊക്കെ അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹം അവർക്ക് ലഭിക്കാനുള്ള കാരണം ഇവിടെയുള്ള ആളുകളുടെ അങ്ങേയറ്റത്തെ സഹകരണമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. തുടർന്നും ദർസിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള സഹകരണം ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ട് ഇതിനുവേണ്ടി സഹായിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. في عمل التطوع قدوة وأصوغ من عزم الرجال مجال وأبر محتسبا بأم وائب فاض علي محبة ودلالا وأكون في عمل التطوع قدوة وأصوغ من عزم الرجال مجال أسمو وأجتاز السماء جلالا فأزيد أسراب الغيوم جمالا وألون الدنيا بأجمل بسمة وأكون للخير العميم مثالا فأكون بالقيم العظيمة جدولا نسقي الحياة محبة وفعالا هي هكذا قيم النجاة تحثني فأخوض فيها للنجاة نزالا